ഇന്ന് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് കടലപ്പൊടിയും മുട്ടയും മാത്രം ഉപയോഗിച്ചിട്ട് നമുക്ക് കുട്ടികൾക്ക് ടിഫിൻ ബോക്സിൽ ഇട്ട് കൊടുക്കാൻ പറ്റുന്ന 3 ഫുഡിൻ്റെ വീഡിയോ ആണ് ഞാനിവിടെ കാണിക്കുന്നത്. ഇത് കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും. അതേപോലെ തന്നെ നമുക്ക് ഇത് വളരെ പെട്ടെന്ന് തന്നെ രാവിലെയൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു അരക്കപ്പ് കടലപ്പൊടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കടലപ്പൊടി 2 തരം സ്നാക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ അരക്കപ്പ് കടലപ്പൊടി എടുത്തിട്ടുള്ളത്. നമുക്ക് ഈ അരക്കപ്പ് കൊണ്ട് 2 തരം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കായം പൊടി ചേർക്കണം. അപ്പോൾ ഒരു 1/4 ടീസ്പൂണ് കായം പൗഡർ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഉപ്പും ഒരു 1/4 ടീസ്പൂൺ ഇവിടെ എടുത്തിട്ടുണ്ട്. ഇത് കുറച്ചൊരളവിലാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ 1/4 ടീസ്പൂണിൻ്റെ ആവശ്യമുള്ളൂ. നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ഒരു നുള്ളു മുളക് പൊടിയാണ്. അപ്പോൾ കുട്ടികൾക്കായതുകൊണ്ട് തന്നെ നമുക്ക് അധികം എരിവൊന്നും ഇടണ്ട. അതുകൊണ്ടാണ് ഒരു നുള്ളാക്കി ഇട്ട് കൊടുക്കുന്നത്. അതേപോലെ തന്നെ നമുക്ക് കൈകൊണ്ട് തന്നെ നുള്ളിയിട്ട് ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കാം. ഇത് മുതിർന്നവർക്കൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ കുറച്ചും കൂടി എരിവിട്ട് ഉണ്ടാക്കാം കേട്ടോ. അത് കുട്ടികൾക്കായതുകൊണ്ടാണ് ഇത്ര കുറച്ച് എരിവിൽ ഉണ്ടാക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കലക്കിയെടുക്കണം. അപ്പോൾ ഞാനിവിടെ അരക്കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. പക്ഷേ അരക്കപ്പ് വെള്ളം നമുക്ക് ഇത് കലക്കാൻ ആവശ്യം വരില്ല. നമുക്ക് കുറച്ച് വെള്ളം ബാക്കിയാവും. അപ്പോൾ ഒരു 75 ml വെള്ളം നമുക്ക് ഇത് കലക്കിയെടുക്കാനായിട്ട് ആവശ്യം വരുള്ളൂ. അപ്പോൾ അധികം ലൂസ് ഇല്ലാണ്ടും അധികം തിക്കില്ലാണ്ടും ഈ ബാറ്റർ നമുക്കൊന്ന് തയ്യാറാക്കണം. അപ്പോൾ നമുക്ക് അരക്കപ്പ് വെള്ളം എടുത്തു കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാവും. അപ്പോൾ അരക്കപ്പ് വെള്ളം ഇതിൻ്റെ ഒരു കുറച്ച് ഭാഗം നമുക്ക് കുറച്ച് ബാക്കി ഉണ്ടാവും. അപ്പോൾ ഇത് നിങ്ങൾ 75 ml വെള്ളത്തിൽ നിങ്ങൾ കലക്കിയെടുക്കുക. ഇനി നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞു ഇത് 2 തരം സ്നാക്സ് തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ അരക്കപ്പ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് മുട്ട. അപ്പോൾ ഞാൻ മുട്ട ഇത് വളരെ കുറച്ച് തന്നെ ഞാൻ എടുക്കണുള്ളൂ. ടിഫിൻ ബോക്സിൽ നമുക്ക് അധികമൊന്നും ആവശ്യം ഉണ്ടാവില്ല. അപ്പോൾ 2 മുട്ട ഇവിടെ ഞാൻ പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ 2 മുട്ട നമുക്കൊന്ന് പുഴുങ്ങിയെടുക്കണം. അപ്പോൾ വെള്ളം ഒന്ന് ചൂടായി കഴിഞ്ഞാൽ ഇതൊരു 4-5 മിനിറ്റിനുള്ളിൽ നമുക്കിത് പുഴുങ്ങി കിട്ടും. ഇനി നമുക്ക് ചൂടാറിയതിന് ശേഷം നമുക്ക് തൊണ്ട് പൊളിച്ചെടുക്കാം. അഥവാ നമുക്ക് പെട്ടെന്ന് തന്നെ തൊണ്ട് പൊളിച്ചെടുക്കണമെന്ന് വെച്ചാൽ ഇത് അപ്പം തന്നെ ഒന്ന് തണുത്ത വെള്ളത്തിലിട്ടാൽ മതി. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ തൊണ്ട് പൊളിക്കാം. നമുക്ക് തൊണ്ട് പൊളിച്ചിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് അടുത്ത സ്നാക്സിന് വേണ്ടിയിട്ടുള്ള മുട്ട തന്നെ തയ്യാറാക്കാം. അപ്പോൾ അടുത്ത സ്നാക്സിന് ഒരു മുട്ട എടുത്തിട്ടുള്ളൂ കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് ടിഫിൻ ബോക്സിൽക്കായതുകൊണ്ട് നമുക്ക് ഒരുപാട് ഒന്നും ഉണ്ടാക്കിയെടുക്കേണ്ട കാര്യമില്ല. പിന്നെ നിങ്ങൾക്ക് കൂടുതൽ അളവ് വേണമെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ മുട്ട എടുത്തിട്ട് ചെയ്യാൻ പ്രശ്നമില്ല. ഞാനൊരു ഐഡിയ മാത്രമാണ് തരുന്നത്. അപ്പോൾ ഇതിലേക്ക് ഒരു അര പച്ചമുളക് എടുത്തിട്ടുള്ളൂ. അതേപോലെ തന്നെ ഇഞ്ചി ഒരു ചെറിയ കഷ്ണം, പിന്നെ ഒരു 3 ചെറിയ ഉള്ളി ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞത്. അപ്പോൾ എരിവൊന്നും അധികം ആവശ്യമില്ലാത്തതുകൊണ്ടാണ് ഈ പച്ചമുളക് അര കഷ്ണമാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇഞ്ചി എന്തായാലും മുട്ടയിൽ ചേർക്കണം. അപ്പോൾ മുട്ടയുടെ ഒരു സ്മെല്ലുണ്ടെങ്കിൽ അത് മാറിക്കിട്ടാനാണ് ചെയ്യുന്നത്. ഇനി നമുക്കിതൊന്ന് ഗ്രൈൻഡറിൽ ഇട്ടിട്ടൊന്ന് ചതച്ചെടുക്കാം. കാരണം ഉള്ളിയൊക്കെ കടിക്കുമ്പോൾ കുട്ടികൾക്ക് അത്ര ഇഷ്ടം ഉണ്ടാവില്ല ഇഞ്ചിയൊക്കെ. അതുകൊണ്ടാണ് ഇതൊന്ന് ചതച്ചെടുക്കുന്നത്. അത് പ്രശ്നമില്ലാത്ത കുട്ടികളാണെങ്കിൽ നിങ്ങൾ വെറുതെ ഒന്ന് അരിഞ്ഞിട്ടാൽ മതി. അപ്പോൾ ഇതൊന്ന് ചതച്ചിട്ട് നമുക്ക് ഈ ഒരു മുട്ടയിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മുട്ട വേണമെങ്കിൽ കൂടുതൽ അളവിൽ എടുക്കാം കേട്ടോ, പ്രശ്നമില്ല. അപ്പോൾ കുറച്ച് അധികം വല്ല പാർട്ടിയൊക്കെ ഉണ്ടാവുകയൊക്കെ ആണെങ്കിൽ നമുക്ക് കുറച്ചധികം എടുക്കാം, പ്രശ്നമില്ല. ഇനി നമുക്ക് കുറച്ച് തന്നെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ട് അതിൻ്റെ ഒരു കുറച്ച് ഭാഗം മാത്രം ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി. അതേപോലെ ഉപ്പും നിങ്ങൾ കൈകൊണ്ട് നുള്ളിയിട്ട് തന്നെ ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ഉപ്പ് അധികമായി പോവും. ഇനി നമുക്ക് ഇതൊന്ന് സാധാരണ പോലെ ഒന്ന് പൊരിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് എന്താണെന്ന് വെച്ചാൽ നല്ലപോലെ ഒന്ന് കലക്കുക. ഈ ഇഞ്ചിയും ഉള്ളിയും പച്ചമുളകൊക്കെ ഈ മുട്ടയായിട്ട് നന്നായി യോജിക്കുന്ന വരെ ഇതൊന്ന് നന്നായിട്ട് കലക്കുക. കലക്കിയതിന് ശേഷം നമുക്ക് ഇതൊന്ന് പൊരിച്ചെടുക്കണം. അപ്പോൾ ഇത് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഫ്രൈങ് പാന് സ്റ്റവിൽ വെച്ചു. ഇനി ഇതിലേക്ക് വെറുതെ ഒന്ന് ഓയിലൊന്ന് തടവി കൊടുത്താൽ മതി. മുട്ട പൊരിച്ചെടുക്കാനായിട്ട് നമുക്ക് ഫ്രൈങ് പാനിൽ അധികം ഓയിലൊന്നും ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് തടവി കൊടുത്താൽ മതി, അതന്നെ ധാരാളം. എന്നിട്ട് നമുക്ക് ഇപ്പോൾ ഈ മുട്ട ഇപ്പോൾ കലക്കി വെച്ചേക്കുന്ന മുട്ട ഇതിലേക്കൊന്ന് ഒഴിക്കുക. അപ്പോൾ ഇത് ഒരു മുട്ടയായത് കൊണ്ട് തന്നെ അധികം കട്ടിയൊന്നും ഉണ്ടാവില്ല കേട്ടോ, കുറച്ച് തിന്നായിട്ടാവും നിൽക്കുക. നമുക്ക് മുകൾ ഭാഗത്ത് ഈ മുട്ടയൊക്കെ നമുക്ക് വെന്തുന്ന് തോന്നും. അതായത് നമുക്ക് ഇതൊക്കെ ഒന്ന് വറ്റി വരുന്ന സമയത്ത് നമുക്ക് മുകൾ ഭാഗമൊക്കെ ഒന്ന് വെന്തിട്ടുണ്ടാകും. അപ്പോൾ ആ സമയത്ത് നമുക്കിതൊന്ന് റോൾ ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഇത് 2-3 മുട്ടയൊക്കെ ആണെങ്കിൽ നല്ല തിക്കായിട്ടും നല്ല ഇതായിട്ടും നിൽക്കും. ഇതിപ്പോൾ ഒരു മുട്ടയായത് കൊണ്ട് തന്നെ അധികം കട്ടില്ലാണ്ട് നിൽക്കുള്ളൂ. നമ്മൾ റോൾ ചെയ്തെടുത്താലും ഒന്ന് കട്ടില്ലാണ്ട് നിൽക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഇതൊന്ന് ഇതേപോലെ ഒന്ന് ചുരുട്ടി ഇങ്ങനെ ഒന്ന് എടുക്കാം.
അതിനുശേഷം നമുക്ക് ഇതൊന്ന് മുറിക്കണം. അൺഫോർച്ചുനേറ്റ്ലി ഞാൻ മുറിക്കുന്ന സമയത്ത് എൻ്റെ ക്യാമറ ഓഫായി പോയി. അപ്പോൾ അതുകൊണ്ട് മുറിക്കുന്ന ഒരു പാട്ട് ഇതിലില്ല കേട്ടോ. അതൊന്ന് നമുക്ക് ചെറിയ ചെറിയ പീസാക്കിയിട്ട് മുറിക്കണം. മുറിച്ചിട്ട് വേണം നമുക്ക് ഇത് കലക്കി വെച്ചേക്കുന്ന കടലപ്പൊടിയിൽ നമുക്കൊന്ന് മുക്കി പൊരിക്കാനായിട്ട്. അതേപോലെ തന്നെ നമ്മൾ മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട്, അതും ഈ സെയിം കടലപ്പൊടിയിൽ തന്നെയാണ് നമ്മൾ മുക്കി പൊരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു സ്റ്റൗവിൽ ഞാനൊരു പാൻ വെച്ചു. പാൻ ചൂടായി കഴിഞ്ഞപ്പോൾ ആവശ്യത്തിന് മാത്രം ഓയിൽ ഒഴിച്ച് കൊടുക്കുക. കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുള്ളൂ ഇവിടെ. ഇനി അതിലേക്ക് ഈ മുട്ട, പുഴുങ്ങിയ മുട്ട ഇപ്പോൾ ആദ്യം ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ കടലപ്പൊടിയിലൊന്ന് മുക്കിയിട്ട് പുഴുങ്ങിയ മുട്ട നമുക്ക് ഈ ഓയിലിലേക്കൊന്ന് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ 2 മുട്ട എടുത്തിട്ടുള്ള പുഴുങ്ങിയത്, പിന്നെ നമ്മൾ പൊരിച്ചത് 1 മുട്ടയും, അങ്ങനെ ഇപ്പോൾ 3 മുട്ടയ്ക്കാണ് ഇപ്പോൾ ഈ 1/2 കപ്പ് കടലപ്പൊടി എടുത്തിട്ടുള്ളത്. ഇനി ഞാൻ ഇപ്പോൾ ഇവിടെ റോൾ ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട ഇതേപോലെ തന്നെ ചെറിയ പീസാക്കണം. നേരത്തെ പറഞ്ഞതുപോലെ ചെറിയ പീസാക്കിയിട്ട് നമ്മൾ ഈ സെയിം കടലപ്പൊടിയിൽ തന്നെ ഇതേപോലെ ചെറിയ പീസാക്കിയിട്ടുണ്ട്. ഇനി ഇത് ഈ സെയിം കടലപ്പൊടിയിൽ തന്നെ മുക്കിയിട്ട് ഈ ഓയിലിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അതൊരു 5-6 പീസിനുണ്ടാവും. അത് ചെറിയ ചെറിയ പീസാക്കിയിട്ടുള്ളൂ. ഇത് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഈ ഇങ്ങനെ പൊരിച്ചെടുക്കുന്നത് ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇത് കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും. അതേപോലെ തന്നെ എരിവ് കുറച്ചിടാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് ക്വാണ്ടിറ്റി കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ എടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് ഞാൻ ഒരു ഐഡിയ മാത്രം തരുന്നുള്ളൂ, അപ്പോൾ അധികമൊന്നും എടുത്തിട്ടില്ല. ഇനി നമുക്ക് ഒരു സൈഡ് ഗോൾഡൻ ബ്രൗൺ ആയി കഴിഞ്ഞാൽ നമുക്ക് ഇത് രണ്ടും മറിച്ചിടാം. അങ്ങനെ നമുക്ക് 2 സൈഡും ഗോൾഡൻ ബ്രൗൺ ആയി കഴിഞ്ഞാൽ നമുക്കിത് ഓയിലിൽ നിന്നും നമുക്ക് കോരി മാറ്റാം. ഇതിവിടെ ഒരു സൈഡൊക്കെ ആയി, ഞാൻ ഇപ്പോൾ മറിച്ചിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിപ്പോൾ ഏകദേശം നമുക്ക് മറ്റേ സൈഡും കൂടി നമുക്ക് കളർ ചേഞ്ചൊക്കെ വന്നാൽ ഇത് നമുക്ക് കോരി മാറ്റാം. പിന്നെ ഹൈ ഫ്ലെയിമിൽ ഇടരുത് കേട്ടോ. നമ്മൾ ഇങ്ങനെയൊക്കെ പൊരിക്കുമ്പോൾ നമ്മൾ ഓയിൽ ചൂടായി കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റണം. പിന്നീട് നമുക്ക് തയ്യാറായി വരുന്ന സമയത്ത് നമുക്കത് ലോ ഫ്ലെയിമിലേക്ക് മാറ്റണം. അങ്ങനെ 2-3 വട്ടം നമുക്ക് ഫ്ലെയിം ചേഞ്ച് ചെയ്യണം. നമുക്ക് ആവശ്യാനുസരണം നമ്മൾ ഫ്ലെയിം ചേഞ്ച് ചെയ്യണം. നമ്മൾ ഹൈ ഫ്ലെയിമിൽ തന്നെ നമ്മൾ തുടക്കത്തിൽ ഇട്ടാലും ആ ഹൈ ഫ്ലെയിമിൽ തന്നെ എടുത്ത് പൊരിച്ചെടുക്കരുത്. അപ്പോൾ നമുക്ക് അത് കരിഞ്ഞ് കിട്ടും, പക്ഷേ ഉള്ളൊന്നും വേവില്ല. ഉള്ളൊന്നും അങ്ങനെ ടേസ്റ്റ് ഉണ്ടാവില്ല. നമ്മൾ എന്ത് ചെയ്യുമ്പോഴും അങ്ങനെ തന്നെ വേണം ചെയ്യാനായിട്ട്. അപ്പോൾ ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇത് ഞാൻ ഇപ്പോൾ ഇവിടെ കോരി എടുക്കുകയാണ്. മുട്ടയും കടലപ്പൊടിയും ഉപയോഗിച്ചിട്ട് നമുക്ക് ടിഫിൻ ബോക്സിൽ ഇട്ട് കൊടുക്കാൻ പറ്റുന്ന നല്ല 2 സ്നാക്സ് തയ്യാറായിട്ടുണ്ട്. ഇത് വളരെ ഹെൽത്തിയാണ്, വളരെ ടേസ്റ്റിയാണ്. അതേപോലെ തന്നെ ഇത് അധികം ഓയിലൊന്നും കുടിക്കില്ല കേട്ടോ. അപ്പോൾ അങ്ങനത്തെ പേടിയൊന്നും വേണ്ട. അതേപോലെ തന്നെ ഇനി നമുക്ക് 3ാമത്തെ ഒരു സ്നാക്സ് തയ്യാറാക്കാം. അപ്പോൾ ഇതിന് ഞാൻ മുട്ട എടുക്കണില്ല, വെറുതെ കടലപ്പൊടിയും വെജിറ്റബിൾസും മാത്രമേ എടുക്കണുള്ളൂ. അപ്പോൾ ആദ്യം തന്നെ 2 ടേബിൾ ടീസ്പൂണ് കടലപ്പൊടി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി അതിലേക്ക് 1 ടേബിൾ ടീസ്പൂണ് സബോള ചെറുതായിട്ട് അരിഞ്ഞത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്തു. പിന്നെ നമുക്ക് തക്കാളി ഇതേപോലെ തന്നെ 1 ടേബിൾ ടീസ്പൂൺ ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ക്യാബേജാണ്. ക്യാബേജ് ഇതുപോലെ തന്നെ നമുക്ക് 1 ടേബിൾ ടീസ്പൂണാണ് ഞാനിവിടെ എടുത്ത് കൊടുത്തിട്ടുള്ളത്. കാരണം ഇവിടെ 2 ടേബിൾ ടീസ്പൂണാണ് ഞാൻ ഇവിടെ കടലപ്പൊടി എടുത്തിട്ടുള്ളത്. അത് ക്വാണ്ടിറ്റി വളരെ കുറവായത് കൊണ്ട് തന്നെയാണ് പച്ചക്കറിയും വളരെ കുറച്ചെടുക്കുന്നത്. അപ്പോൾ ഇത് കുറേയൊക്കെ ചെയ്തെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ച് ഏത് വെജിറ്റബിളും കുറേ ചേർത്തിട്ട് നിങ്ങൾക്ക് തയ്യാറാക്കാം കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതൊരു ലഞ്ച് ബോക്സ് ഐഡിയ മാത്രമാണ് ഞാനിവിടെ തരുന്നത്. പിന്നെ ഇതിലേക്ക് ഒരു 1/4 ടേബിൾ ടീസ്പൂണ് ക്യാപ്സിക്കം അരിഞ്ഞത് ചേർത്തിട്ടുണ്ട്. പിന്നെ വളരെ കുറച്ച് തന്നെ മഞ്ഞൾപ്പൊടി ഇവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂണിൻ്റെ ഒരു പകുതി ഭാഗം മാത്രം ചേർത്ത് കൊടുത്താൽ മതി. 1/4 ടീസ്പൂണിൻ്റെ അത്ര ആവശ്യം ഉണ്ടാവില്ല, അതിനേക്കാളും കുറച്ച് കുറവായിട്ട് ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യം ഉപ്പാണ്. അപ്പോൾ ഉപ്പ് നമുക്ക് നമ്മളെ ടേസ്റ്റിനനുസരിച്ച് എത്രയാണെന്ന് വെച്ചാൽ നമ്മൾ ചേർത്ത് കൊടുക്കാം. അധികം ഉപ്പ് ഇട്ട് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് വീണ്ടും വെള്ളം കടലപ്പൊടിയൊക്കെ ചേർത്തിട്ട് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഉപ്പ് നിങ്ങൾ വളരെ കുറച്ച് തന്നെ ചേർത്ത് കൊടുക്കുക. അത് നേരത്തെ പറഞ്ഞതുപോലെ 1/4 ടീസ്പൂണിൻ്റെ ആവശ്യമില്ല, അതിനേക്കാളും കുറച്ച് കുറവായിട്ടാണ് എടുത്തിട്ടുള്ളത്. പിന്നെ മുളക് പൊടി ഞാൻ കറക്റ്റ് 1/4 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത്രയും ആവശ്യമില്ലെങ്കിൽ അത്രയും ചേർത്ത് കൊടുക്കണ്ട. പിന്നെ ഇതിലേക്ക് 2 ടേബിൾ ടീസ്പൂൺ വെള്ളം ചേർത്ത് കൊടുക്കുക. നിങ്ങൾ എത്രയാണോ കടലപ്പൊടി എടുത്തിട്ടുള്ളത് അത്രയും അളവിന് തന്നെ വെള്ളം ചേർത്ത് കൊടുത്താൽ നിങ്ങൾക്ക് കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ ഇത് കലക്കിയെടുക്കാൻ പറ്റും. ഇനി ഇത് നല്ലപോലെ കലക്കിയതിന് ശേഷം നമ്മളിപ്പോൾ നേരത്തെ മുട്ട പൊരിച്ച അതേ ചട്ടിയാണ്, അതിലേക്ക് കുറച്ച് ഓയിൽ തടവി കൊടുത്തിട്ട് നമുക്ക് ഈ മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക.
അപ്പോൾ മുളക് പൊടി ഒരു 1/4 ടീസ്പൂൺ എടുത്തിട്ടുള്ളത്. ഇതിൽ പച്ചക്കറിയൊക്കെ ചേർത്തത് കൊണ്ട് അധികം എരിവുണ്ടാവില്ല കേട്ടോ. ഈ 1/4 ടീസ്പൂൺ മുളക് പൊടി കൊണ്ട് ഇതിന് എരിവൊന്നും കൂടില്ല. ഇനി ഇത്രയും മുളക് പൊടി ആവശ്യമില്ലാത്തവർ ഒരു നുള്ളൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. തീരെ കൊച്ചു കുഞ്ഞുങ്ങളാണെങ്കിൽ ഇത്രയും മുളക് പൊടി ചിലപ്പോൾ ആവശ്യമില്ലെങ്കിൽ അത് ഇത്രയും ചേർത്ത് കൊടുക്കണ്ട. ഇനി ഇത് നമുക്ക് ഒരു സൈഡൊന്ന് മൊരിഞ്ഞാൽ നമുക്കിതൊന്ന് മറിച്ചിടാം. മറിച്ചിട്ടിട്ട് നമുക്ക് ആ സൈഡും ഒന്ന് മൊരിഞ്ഞ് വരുന്ന സമയത്ത് ഇതിൻ്റെ മേലെ കുറച്ച് ബട്ടറ അല്ലെങ്കിൽ ഗീയ ചേർത്ത് കൊടുക്കണം. അതേപോലെ തന്നെ ബട്ടറിനൊക്കെ ചിലപ്പോൾ അലർജി ഉള്ള കുട്ടികൾ, ഗീക്കൊക്കെ പ്രശ്നമുള്ള കുട്ടികളുണ്ടെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണയെങ്കിലും നിങ്ങൾ ഇതിൻ്റെ മേലെ ഒന്ന് തടവി കൊടുക്കണം. അപ്പോൾ ഇത് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും. ഇത് ഒരുപാട് ഇഷ്ടപ്പെടും കുട്ടികൾക്ക്. ഇത് വെജിറ്റബിളൊക്കെ ഉള്ളത് കൊണ്ട് നല്ലൊരു സ്നാക്സാണ്. അപ്പോൾ കടലപ്പൊടിയും മുട്ടയും ഉപയോഗിച്ചിട്ട് നമുക്ക് 3 ഹെൽത്തി സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. എല്ലാവർക്കും വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക്സ്.